വെൽക്കം ടു അനദർ പോസ്റ്റ് മാർക്കറ്റ് സെഷൻ. നമ്മളിന്ന് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള സെൽ ഓഫ് ആണെന്ന് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 1.39% സെൽ ഓഫ്, അറൗണ്ട് 346 പോയിൻറ്റ്സ് എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ്. കാര്യം ഇന്നലത്തെ ഒരു ദിവസം തന്നെ മാർക്കറ്റ് ഏകദേശം 3.82% മൂവ് ചെയ്തു. സോ ഒരു 1.39% ക്വൈറ്റ് കോമൺ ആണ് സംഭവം. പക്ഷേ ഇതിലൊരു കൺസേണിങ് ഫാക്ട് എന്ന് വെച്ചാൽ നിഫ്റ്റി ഇപ്പം ഫിബ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഡേ സെല്ലിങ്. ഓക്കെ, ഞാൻ കുറച്ചുകൂടി ക്ലിയർലി ഫിബ് ട്രാക്ക് ചെയ്യാം. ഓക്കെ, അതായത് നമ്മുടെ ലാസ്റ്റ് ഡേയിലെ ആ ഒരു ബൈയിങ് ഉണ്ട്. കൺസേണിങ് ഫാക്ട് എന്ന് പറയില്ല, ലാസ്റ്റ് ഒരു ദിവസത്തെ ബൈയിങ്, ആ ഒരു ലാസ്റ്റ് 2 ദിവസത്തെ ബൈയിങ്ങിൻ്റെ ഏകദേശം ഒരു 50% ഒരു ലെസ് ദാൻ 50% മാത്രമേ അവിടെ ആ ഒരു സെൽ ഓഫ് എന്ന് വന്നിട്ടുള്ളൂ, വിച്ച് ഈസ് ആക്ച്വലി എ ഗുഡ് തിങ്. ഓക്കെ, ഏകദേശം ഒരു 50% എബവ് ആണ് വന്നിരുന്നെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് വിചാരിക്കായിരുന്നു. ആൻഡ് നമ്മുടെ ആ ഒരു മേജർ ലെവലിന് താഴെ മാർക്കറ്റ് പോയിട്ടുമില്ല, അത് നല്ലൊരു കാര്യമാണ്. ഓക്കെ, സോ അത്യാവശ്യം ഒരു റീടെസ്റ്റ് അറൗണ്ട് ഒരു 3.82% മൂവ് ചെയ്ത ആ ഒരു മാർക്കറ്റിൻ്റെ അത്യാവശ്യം ഒരു കൺസോൾട്ടേഷൻ ഫേസ് ഒക്കെ വന്നിട്ടാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു വളരെ സ്ട്രോങ് ട്രെൻഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ഏകദേശം ഒരു എബവ് ഒരു 50% താഴേക്ക് മാർക്കറ്റ് വീണ്ടും സെൽ ഓഫ് നടക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റ് അധികകാലം സസ്റ്റെയിൻ ചെയ്യില്ല എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് ഞാൻ വയ്ക്കുന്നത് പേഴ്സണലി. സോ നമുക്ക് നിഫ്റ്റി നമ്മൾ നോക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ലെവൽസ് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നിലവിൽ പ്രീവിയസ് ഡേ ഹൈയും ഇന്നത്തെ ഹൈയും കൂടി കണക്ട് ചെയ്ത് വരുന്ന ലെവലാണ്. ഏകദേശം ലെവൽ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 25,000 റേഞ്ചാണ്. 944ഉം 976ഉം എന്ന് പറയുന്ന റേഞ്ചാണ്. ആൻഡ് നമുക്കൊരു നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെവലായിട്ടുള്ള കറണ്ട് ഡേ ലോ 24,546 എന്ന് പറയുന്നൊരു ലെവൽ. സോ ഈ 2 ലെവൽസാണ് നിലവിൽ നമുക്ക് നാളത്തേന് നോക്കി വെക്കാൻ പറ്റുന്ന ലെവൽ എന്ന് പറയുന്നത്. ആൻഡ് 24,380 പ്രീവിയസ് ഡേ ലോ. ആൻഡ് നമുക്ക് ആ ഒരു ഗ്യാപ്പും കൂടി വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് നിഫ്റ്റിയിൽ ക്ലോസ് ചെയ്യാം. ഞാൻ മോസ്റ്റ്ലി 25,000 വരെ ഞാൻ നിഫ്റ്റി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒരു മൂവ്മെൻറ്റ്. ആൻഡ് നമ്മൾ നിഫ്റ്റിയിലെ OI ചാർട്ടും കൂടി നോക്കുകയാണെങ്കിൽ OIയിൽ ഏകദേശം വളരെ നല്ലൊരു ബിൽഡപ്പ് നിലവിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 25,000 ലെവലിൽ തന്നെയാണ്. OI ചേഞ്ചിലേക്ക് വരികയാണെങ്കിലും അതെ, പുട്ട് സൈഡിൽ അധികം റൈറ്റിങ്സോ കാര്യമൊന്നും കയറിയിട്ടില്ല, എല്ലാവരും ഒരു സെൽ ഓഫ് എക്സ്പെക്റ്റഡ് തന്നെയായിരുന്നു. പക്ഷേ അപ്പ് സൈഡിലേക്ക് നോക്കുമ്പം 25,000 അത്യാവശ്യം നല്ല രീതിക്കുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് കാര്യങ്ങളും ഉണ്ട്, നല്ല രീതിക്കുള്ളൊരു കോൾ റൈറ്റിങ്ങും ഉണ്ട്. ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും അത്യാവശ്യം സിമിലർ ടു നിഫ്റ്റി നല്ലൊരു സെൽ ഓഫ് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് ലെവൽസ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു പ്രീവിയസ് നിഫ്റ്റിയിൽ വരച്ച സെയിം ലോജിക്കിൻ്റെ പുറകെ തന്നെയാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലും ആ ലെവൽസ് വരച്ചേക്കുന്നത്. 471ഉം 509ഉം ഏകദേശം ആ ഒരു 40 പോയിൻറ്റ്സിൻ്റെ റേഞ്ച്. അതുപോലെ 54,546 പ്രീവിയസ് ഡേ ലോ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽ തന്നെയാണ്. ആൻഡ് കറണ്ട് ഡേ ലോ 54,887 എന്ന് പറയുന്ന ലെവൽ. മോസ്റ്റ്ലി ഈ ഡേ ഹൈസും ഡേ ലോസിൻ്റെ അവിടെയൊക്കെ വന്നിട്ട് നമുക്കൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മോസ്റ്റ്ലി നമുക്കൊരു റിവേഴ്സൽ ട്രെയിനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ നമ്മുടെ പ്രീവിയസ് ഡേ ഹൈസും പ്രീവിയസ് ഡേ ലോസും അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലുകൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന പോയിൻറ്റും കൂടിയാണ്. ഓക്കെ, ആൻഡ് 55,961 എന്ന് പറയുന്ന ലെവൽസ്. സോ ബാങ്ക് നിഫ്റ്റിയിൽ കുറച്ചും കൂടി നിഫ്റ്റി വെച്ച് നോക്കുമ്പം നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കുറച്ചും കൂടി ഒരു ക്ലിയർ ആൻഡ് ഒരു വെൽ ഡിഫൈൻഡ് ലെവൽസാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നിലവിൽ കാണാൻ പറ്റുന്നത്. സോ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ഏറ്റവും അധികം ഒരു ഹിറ്റായ സെക്ടർ എന്ന് പറയുന്നത് FMCG ആണ്. ഓക്കെ, FMCയിൽ ഏകദേശം 1.34% നല്ലൊരു ഹിറ്റാണ് FMCG സംഭവിച്ചത്. ദാബർ അതുപോലുള്ള സ്റ്റോക്കുകളൊക്കെ മോസ്റ്റ്ലി ഒരു നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ആൻഡ് IT സെക്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി IT സെക്ടർ നോക്കുകയാണെങ്കിൽ നിലവിൽ നിഫ്റ്റി IT സെക്ടറിൽ ഏകദേശം 2.42%. അതും നമ്മുടെ ആ ഒരു 50% മുകളിലേക്ക് ആ ഒരു സെൽ ഓഫ് നടന്നിട്ടില്ല അവിടെ. ഓക്കെ, അറൗണ്ട് ഒരു 0.23% അല്ലെങ്കിൽ ഒരു 50% ലെവലിന് മുകളിലേക്ക് സെൽ ഓഫ് ആണെന്നല്ല, വിച്ച് ഇസ് ആക്ച്വലി എ ഗുഡ് തിങ്. സോ IT-യിൽ നമുക്കൊരു അത്യാവശ്യം നല്ല രീതിക്കുള്ള ഇൻസൈഡ് ക്യാൻഡിലാണ് ഫോം ചെയ്തത് IT സെക്ടറിൽ. സോ നമുക്ക് ഏകദേശം നമ്മുടെ പ്രീവിയസ് ഡേ ഹൈ ആയ 38,365 എന്നൊരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് IT സെക്ടറിൽ വീണ്ടും നമുക്ക് നല്ലൊരു പവർഫുൾ മൂവ്മെൻറ്റ് നമുക്കവിടെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ്ലി നമുക്ക് മോസ്റ്റ്ലി നോക്കേണ്ട ഏർണിങ്സിലേക്കാണ്. ഏർണിങ്സിൽ നമുക്ക് നിലവിൽ ക്വാർട്ടർലി വന്നിരിക്കുന്ന ഹിന്ദുസ്ഥാൻ, നമുക്ക് നാളത്തെ ദിവസം നമുക്ക് ഏർണിങ്സ് വരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ എയറോൺ, ഐഷ മോട്ടോഴ്സ്, ടാറ്റ പവർ, ശ്രീ സിമെൻറ്റ്സ്, ലൂപ്പിൻ, മുത്തൂറ്റ് ഫൈനാൻസ് എന്ന സ്റ്റോക്കുകളാണ് 14-ാം തീയതി ഏർണിങ്സ് വരാനിരിക്കുന്നത്. ആൻഡ് ഇന്ന് ഏകദേശം മാർക്കറ്റ് അടച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഏർണിങ്സ് വന്നൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സാണ്.
ടാറ്റ മോട്ടോഴ്സിൻ്റെ Q4 ഏകദേശം 8,470 കോടിയുടെ ഒരു റവന്യൂ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു റവന്യൂ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏകദേശം ഒരു 1.19 ലക്ഷം കട്ടാണ്. ഏർണിങ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സിൽ ഏകദേശം ഒരു Q4 നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 8,470 കോടിയുടെ ഒരു ഇടിവ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സിൽ നെറ്റ് പ്രോഫിറ്റ് 51.2%, നേർ പകുതിയാണ്. സോ ഒരു നെഗറ്റീവ് പ്രോഫിറ്റാണ് ടാറ്റ മോട്ടോഴ്സ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാനതിൻ്റെ സ്റ്റോക്സിൻ്റെ ഒരു ടെക്നിക്കൽ ലെവൽസും കൂടി നോക്കുകയാണെങ്കിൽ ഇന്ന് മാത്രം സ്റ്റോക്ക് ഏകദേശം 1.82% മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഹൈ അതായത് 723 എന്ന് പറഞ്ഞ ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ബട്ട് എന്ത് പറ്റിയില്ല, സസ്റ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സോ നമുക്ക് ടാറ്റ മോട്ടോഴ്സ് ഏർണിങ്സ് ഒരു നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ടാറ്റ മോട്ടോഴ്സിൽ എന്ത് എക്സ്പെക്ട് ചെയ്യാം? ടാറ്റ മോട്ടോഴ്സ് നമുക്ക് വീണ്ടും ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റിന് എന്ത് ചെയ്യും? നമുക്ക് ടാറ്റ മോട്ടോഴ്സ് ഫ്യൂച്ചറിലേക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് നമ്മൾ നാളത്തേന് നോക്കി വെക്കേണ്ട സ്റ്റോക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനിഷ്യലി വരുന്ന കാനറ ബാങ്ക് ആണ്. ഞാൻ കാനറ ബാങ്ക് ചൂസ് ചെയ്യാൻ കാര്യം അത്യാവശ്യം ഒരു നല്ല രീതിക്ക് അതിനൊരു ഹൈ, അതായത് ഈ ഒരു ഹൈ മാർക്കറ്റ് ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ട്രെൻഡ് ലൈനിൻ്റെ ആംഗിൾ വളരെ നല്ല ട്രെൻഡ് ലൈൻ ഫോമിങ്ങിലുമാണ്. സോ നമുക്ക് ഒരു ബൗൺസും കൂടി കിട്ടിയിട്ട് നെക്സ്റ്റ് ഒരു ഡൗൺ സൈഡ് ബ്രേക്ക് കിട്ടുക നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം? നമുക്ക് ഏകദേശം ഈ ഒരു പോയിന്റ് 101 വരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ കാനറ ബാങ്കിൽ ആ ഒരു ഫോൾ നമുക്ക് കാനറ ബാങ്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ഡൗൺ സൈഡിലേക്കാണ് ഞാൻ കാനറ ബാങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത് ഒരു റെക്കമെൻഡേഷൻ അല്ല, ഇതിൻ്റെ പേഴ്സണൽ അനാലിസിസ് ആണ്. ആൻഡ് ഇഫ് യു വാണ്ട് ടു ട്രേഡ് ഒരു സെബി രജിസ്റ്റേർഡ് അനാലിസ്റ്റിൻ്റെ കോൾസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആൻഡ് ഡിമാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഡിമാർട്ടിൽ മോസ്റ്റ്ലി ഒരു ട്രയാങ്കിൾ ഫോർമേഷനാണ് നിലവിൽ ഡിമാർട്ടിൽ അവന്യൂ സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് വളരെ നല്ലൊരു ക്ലീൻ ട്രയാങ്കിളാണ്. സോ ഒരു ക്ലീൻ പാറ്റേൺ ആണ് നമുക്ക് ഫോം അയക്കുന്നത്. സോ ഡിമാർട്ടിൽ നമുക്ക് മോസ്റ്റ്ലി ഐ തിങ്ക് നമുക്ക് നാളെ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ മോസ്റ്റ്ലി ഇങ്ങനത്തെ കേസുകളിൽ സാധാരണഗതി വരുന്നത് രാവിലെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആ മൂവ്മെൻറ്റ് അങ്ങ് സംഭവിക്കും. ഇത് സംഭവിക്കുന്ന പ്രോബിലിറ്റി ഭയങ്കര കൂടുതലാണ്. നമുക്ക് ഈ ഒരു പാർട്ടിൽ ഓപ്പൺ ചെയ്തിട്ട് ആ മൂവ്മെൻറ്റ് നമുക്ക് പൊതുവെ കിട്ടാറില്ല. ബട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് അവന്യൂ സൂപ്പർ മാർക്കറ്റിൽ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് വരുന്ന സ്റ്റോക്കാണ് ഇൻഡിഗോ എടുക്കാനുള്ള കാര്യം, ഇൻഡിഗോ വളരെ നല്ലൊരു കൺസോളിഡേഷൻ ഫേസിലാണ് നിലവിൽ ഇൻഡിഗോ നിൽക്കുന്നത്. വളരെ നല്ല വോളിയം കോൺട്രാക്ഷനും കാര്യങ്ങളും എല്ലാം ഇൻഡിഗോയിലുണ്ട്. അത് ഹയർ ഹൈസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നല്ല രീതിക്കുള്ള വീക്ക്നെസ് നമുക്ക് ഇൻഡിഗോയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഇൻഡിഗോയിൽ ആൻഡ് നെക്സ്റ്റ് ടെക്നിക്കൽ സൈഡ് എന്ന് പറയുന്ന ഒരു ഫോൾ കിട്ടുക, നമുക്ക് നല്ലൊരു ഫോൾ നമുക്ക് ഇൻഡിഗോയിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഒരു 5,000 ഈ ഒരു കൺസോളേഷൻ ഫേസ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുക, നമുക്ക് നല്ലൊരു ഫോൾ നമുക്ക് ഇൻഡിഗോയിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇൻഡിഗോയിൽ ഞാനൊരു ഡൗൺ സൈഡിലേക്കാണ് ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്, അല്ല ഞാനൊരു എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇൻഡിഗോ. ആൻഡ് ICICI ബാങ്കും ഇൻഡിഗോ എന്ന് വെച്ച് കഴിയുമ്പം അതിൻ്റെ ആ ഒരു വീക്ക്നെസ് അപ്സൈഡിലേക്കാണ്. പക്ഷേ ICICI ബാങ്ക് നോക്കുമ്പം അത്യാവശ്യം സപ്പോർട്ട് കുറച്ചും കൂടി സ്ട്രോങ് ആണ് സപ്പോർട്ട്. ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം, ആ രീതിക്കുള്ളൊരു വോളിയം കോൺട്രാക്ഷൻ നമുക്ക് ICICI ബാങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ രണ്ട് സ്റ്റോക്ക് സെലക്ട് ചെയ്ത ലോജിക്സ് സെയിം ആണ്. ഫസ്റ്റ് ക്യാൻഡലിൻ്റെ റേഞ്ചിലാണ് ബാക്കി ക്യാൻഡലുകൾ ഫോം ചെയ്തേക്കുന്നത്. ആൻഡ് ICICI ബാങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു വീക്ക്നെസ് നമുക്ക് ICICI ബാങ്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ നമ്മൾ വീണ്ടും നമ്മുടെ നിഫ്റ്റിയിലേക്ക് കിടക്കുകയാണെങ്കിൽ നാളെ നിഫ്റ്റിയിൽ മോസ്റ്റ്ലി ഐ തിങ്ക് അക്കോർഡിംഗ് ടു നമ്മൾ ഓപ്പണേഴ്സ് നോക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ന്യൂട്രൽ ഓപ്പണിങ്ങിനൊക്കെയാണ് നിഫ്റ്റിയിൽ വീണ്ടും പോസിബിലിറ്റി ഉള്ളത്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് കാര്യങ്ങൾ നടന്നിട്ട് ബാങ്ക് നിഫ്റ്റി വീണ്ടും ഹയർ ഹൈസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ വോറും കാര്യങ്ങളൊക്കെ ഒന്ന് ലൂസൺ ആവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും നല്ല റാലീസും കാര്യങ്ങളും നമുക്ക് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ നാളെ വൈകിട്ട് നമുക്ക് വീണ്ടും ഒരു പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.